Section 9.17 Change of variables in multiple integrals. Consider integral a to b f of x dx. If f is continuous on closed interval a comma b and x is equal to g of u has a continuous derivative and dx is equal to g dash of u du. ഇതെങ്ങനെ വന്നേ dx is equal to x is equal to ഇങ്ങനെയാണല്ലോ. അപ്പോൾ what is dx by du? dx by du എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് g അത് നമുക്ക് എന്താണെന്ന് അറിയില്ല, നമുക്ക് അതിനെ g dash of u എന്ന് കൊടുക്കാം. g dash of u. അപ്പോൾ dx എന്ത് വരും? dx is equal to g dash of u into du. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. Then integral a to b f of x dx is equal to integral c to d f of g of u g dash of u du. ഇതെന്താന്ന് കണ്ടു മനസ്സിലായോ? നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യില്ലേ? ഫസ്റ്റ് സിംഗിൾ ഇന്റഗ്രലിന്റെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യില്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കില്ലേ? നമ്മൾ ചെയിൻ റൂൾ എന്നല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യില്ലേ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ സി ടു ഡി വന്നേ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ഇന്റഗ്രലിനും ലിമിറ്റും മാറ്റണം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് തിയറി എഴുതിയ കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നണേ. ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ചെയ്തത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. വേർ the u limits of integration c and d are defined by a is equal to g dash g of c, b is equal to g of t. അല്ലേ? യുവിന് പകരം എ കൊടുക്കുമ്പോൾ g of a കിട്ടും. ആ g of a ആണ് അവരെന്ത് വിളിച്ചത്? എ എന്ന് വിളിച്ചത്. u is equal to c കൊടുക്കുമ്പോൾ x കിട്ടും. അതാണ് g of c. g of c നെയാണ് അവർ a എന്ന് വിളിച്ചത്. then b is equal to g of t. Now consider double integral over r capital F of x comma y dA. തൊട്ട് മുമ്പ് ഇവിടെ കണ്ടത് എന്താ? സിംഗിൾ ഇന്റഗ്രൽ ആയിരുന്നു. ഇവിടെ ഡബിൾ ഇന്റഗ്രൽ. To change the variables in a double integral we need two equations such as ഡബിൾ ഇന്റഗ്രൽ ആകുമ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും. അപ്പൊ എക്സിന്റെ പകരം എന്ത് കൊടുക്കുക? എക്സ് is equal to f of u v എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ യും വിയും വേറെ വേരിയബിൾ ആണ് കേട്ടോ. വൈക്ക് പകരം g of u v എന്ന് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എക്സും വൈയും വേറെ രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് കൊടുത്തു. then double integral over r f of x comma y dA is equal to double integral over s. എക്സ് വൈ പ്ലെയിനിൽ നിന്ന് യു വി പ്ലെയിനോട്ട് എത്താണ്. അപ്പൊ എക്സ് വൈ പ്ലെയിനിലാണ്. ഇപ്പോൾ ഇത് എക്സ് വൈ പ്ലെയിൻ, ഇത് യു വി പ്ലെയിൻ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇവിടെ ഇത് യു, ഇത് വി. എക്സ് ആക്സിസിലുള്ളതിനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. എക്സ് ആക്സിസിന്റെ റീജിയനാണ് ആർ ആയിട്ട് എടുത്തിട്ടുള്ളത്. എക്സ് വൈ റീജിയന് യു വി റീജിയനാണ് എസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇത്ര കൊടുത്താൽ മതി. എക്സ് വൈ മാറ്റി വേരിയബിൾ യു വി ആക്കി. അപ്പോൾ ആ സർഫസിനെ എസ് ആയിട്ട് വിളിച്ചു. versus the region in the UV plane corresponding to the region R in the XY plane, and J of UV is same function that depends on the partial derivative of the equations in one. The symbol dA dash, ഇവിടെ dA dash ഉണ്ട്. The symbol dA dash on the right side of equation 2 represents either du dv or dv du. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? dA നെ ഡബിൾ ഇന്റഗ്രൽ കൊടുക്കുമ്പോഴേ നമുക്ക് ഒന്ന് യു വി ഡി യു ഡി വി അല്ലെങ്കിൽ വേരിയബിൾ യു വി ആണല്ലോ ഇവിടെ. ഇപ്പൊ ഡബിൾ ഇന്റഗ്രൽ എന്താ കൊടുക്കുക? ഡി യു ഡി വി അല്ലെങ്കിൽ ഡി വി ഡി യു, രണ്ടും ഒന്ന് തന്നെയാ. നമുക്കത് പരസ്പരം മാറ്റി ചെയ്യാൻ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഡബിൾ ഇന്റഗ്രേഷൻ പഠിച്ചപ്പോൾ. The change of variable equations in one defines a transform of mapping T from the UV plane to XY plane. The change of variables equation 1. ഇതാണ് equation 1. ഇത് equation 1 ലെ x is equal to f of u നെ കൊടുത്തിട്ടില്ല. അവിടെ എന്ത് സംഭവിക്കുന്നത്? The change of variable equations in one defines a transformation or mapping T from UV plane to XY plane. ഇപ്പോൾ UV plane നിന്ന്
xy പ്ലെയിനിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടത്. A point x0 y0 in the xy plane determined from x0 is equal to f of u0 v0, y0 is equal to g of u0 v0 is said to be an image of u0 comma v0. The point x0 y0 in the xy plane determined from x0 is equal to f of u0 v0, y0 is equal to g of u0 v0 is said to be an image of u0 v0. അപ്പോൾ u0 v0 ഇമേജാണ് x0 y0 എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. പ്രോബ്ലം നോക്കാം. Example 1. Find the image of the region as shown in figure 9. Figure under the transformation x is equal to u square plus v square, y is equal to u square minus v square. ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിഗർ ആദ്യം കാണാം. ഇതാണ് ഫിഗർ. ഈ മേലെ തന്നിട്ടുണ്ടല്ലോ യുവും വിയിലും, അതാണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മാറ്റം ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫിഗറായിട്ട്. അപ്പോൾ എങ്ങനെ ചെയ്യണേ നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ 3 സർഫസ് ഉണ്ട്. താഴെ ഇത് x1, ഇത് x2, ഇത് x3. നമുക്ക് വേണ്ടത് ഈ ഉള്ളിലത്തെ പോർഷനാണ്. എസ് എന്നുള്ളത് യു വി പ്ലെയിനിലെ റീജിയൻ ആണ്. ഈ യു വി പ്ലെയിനിലെ റീജിയൻ എക്സ് വൈ പ്ലെയിനിലോട്ട് എത്തുമ്പോൾ എന്തായി മാറും? നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും. അതൊരു റെക്ടാങ്കിൾ ആയിട്ട് മാറും. അതെങ്ങനെ മാറിയെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഓരോ സർഫസുകൾ ഉണ്ടല്ലോ, S1 എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനാ. എന്ത് സ്ട്രെയിറ്റ് ലൈനാ? എക്സ് ആക്സിസാ. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താ? y is equal to 0 എക്സ് ആക്സിസിലെ ഈ പോയിന്റ് പ്രത്യേകത എന്താ? ഈ പോയിന്റ് എന്ന് പറയുന്നത് 1,0യും 2,0യും ആണ്. എക്സ് ആക്സിൽ ആരല്ല? യു. ഇവിടെ എക്സ് ആക്സിസ് അല്ല കേട്ടോ, അത് യു ആക്സിസ് ആണ്, വി ആക്സിസ് ആണ്. ഈ 1,0 2,0 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവുക? യു വേരി ചെയ്യുന്നത് 1 മുതൽ 2 വരെ. അതുപോലെ S2 എന്ന് പറഞ്ഞാൽ എന്താ? പരാബോള. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ 4. പരാബോള എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്ക് സർക്കിളിന്റെ y സ്ക്വയർ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ a സ്ക്വയർ ആ രീതിയിൽ എടുക്കാം. ഇതെന്താ? പരാബോള. ഇതിനൊരു കർവ് എന്ന് വിളിച്ചാൽ മതി. ഇതൊരു കർവ്, മറ്റൊരു കർവ്. ഇതൊക്കെ ഒന്ന് ആശയം മനസ്സിൽ വെക്കുക. S1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് y is equal to 0 ആണ്. ഇവിടെ എന്താ മനസ്സിലാവും? നമുക്ക് യു വേരി ചെയ്യണത് 1 to 2 ആണ്. ഇതൊക്കെ വെച്ച് പ്രോബ്ലം നോക്കാം. We begin by finding the images of the sides of S that we have indicated by S1, S2 and S3. S1 എന്താ പ്രത്യേകത ഞാൻ പറഞ്ഞത്? S1 ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് കർവ് കിടക്കണേ. ഇതാണ് S1. ഇത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിലെ ഇവിടെ ഇത് യു ആക്സിസ് ആണ്, വി ആക്സിസ് ആണ്, എക്സ് ആക്സിസ് അല്ല. യു ഈക്വൽ ടു 0 ആണ്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് വി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ യുവിനാണ് വേരിയേഷൻ, വി ഈക്വൽ ടു 0. ഇനി നമുക്ക് തന്നിട്ടുണ്ട് അവര് എക്സ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ തന്നിട്ടുണ്ട്. അണ്ടർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. എക്സ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, വൈ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ. v is equal to 0 എടുക്കുമ്പോൾ x is equal to u square plus v square, that is u square plus 0 square, that is equal to u square. y is equal to u square minus v square ആണ്. അതിൽ v is equal to 0 എടുക്കുമ്പോൾ u square minus 0 square, that is equal to u square. Since ഇപ്പോൾ ഇവിടെ നോക്കിയാൽ x is equal to u square, y is equal to u square, ഫ്രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആക്കാം. സോ x is equal to y. x is equal to y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസിംഗ് ത്രൂ ദി ഒറിജിൻ. x is equal to y എന്ന് പറഞ്ഞാൽ it is a straight line passing through origin.
Now imagine moving along the boundary from 10 to 20. കാരണം 10 20 തന്നിട്ടുണ്ട്, ഈ രണ്ട് പോയിന്റാണ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ബൗണ്ടറിലൂടെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ u വരുന്നത് 1 to 2 ആണ്. നമുക്കറിയാം x is equal to u square ആണ്, ഇവിടെ നിന്ന് കിട്ടിയല്ലോ. അപ്പൊ u is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ x is equal to എന്ത് വരും? 1 വരും. ഇനി u is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ x is equal to എന്ത് വരും? 4 വരും. അപ്പൊ u കൊടുത്തപ്പോൾ x ന്റെ വാല്യൂസ് നമുക്ക് കിട്ടി 1 ഉം 4 ഉം. അതുപോലെ u is equal to നമുക്കറിയാം y is equal to കൊടുത്തിട്ട് u square ആ. y is equal to u square. u is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ y is equal to 1 വരും. u is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ y is equal to 2 square 4 വരും. അപ്പൊ എന്ത് കിട്ടി? കോർഡിനേറ്റ് കണ്ടല്ലോ, ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റും y കോർഡിനേറ്റും. u is equal to 1 ആയപ്പോൾ x ന്റെയും y ന്റെയും വാല്യൂസ് 1 1, അതാണ് ഇവിടെ വന്നത് 1 1. then u is equal to 2 കൊടുത്തപ്പോൾ x ന്റെയും y ന്റെയും വാല്യൂസ് 4 4. ദാറ്റ് ഈസ് തന്ന ക്വസ്റ്റ്യനിലെ തന്ന യു വി പ്ലെയിനിന്റെ 1020 കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈ പ്ലെയിൻ എന്താ കിട്ടുക? 1 1 ഉം 4 4 ആണ്. അത് നമുക്ക് പ്രോബ്ലം ഇത് നോക്കി കിട്ടും. 1020 കറസ്പോണ്ടിങ് ആയിട്ട് 1 1 ഉം 4 സോറി 1 1 ഉം 4 4. കാരണം അവർ പറഞ്ഞല്ലോ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന ലൈനിലൂടെയാണ് അത് കടന്നു പോവുക. എന്നിട്ട് നമുക്ക് കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. അതാണ് ഈ ലൈൻ, ഒറിജിനൽ കടന്നു പോകുന്ന ലൈൻ. അത് ഫുള്ള് നമുക്ക് ആവശ്യമില്ല, അവിടെ നിന്ന് ഇവിടെ മതി 1 1 മുതൽ 4 4 വരെ മതി. ഇതുപോലെ S2 എടുക്കുക. S2 എന്ന് പറയുമ്പോൾ ഇതാണ്, നമുക്ക് നോക്കാം. S2 പ്രത്യേകത നോക്കാം. on S2 on this boundary x square plus v square is equal to 4. sorry u square plus v square is equal to 4. നമ്മൾ എടുത്തിട്ടുണ്ട് u square plus v square ആണ് x ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. u square plus v square is equal to x, അതുകൂടെ കൊടുക്കാം. x is equal to 4. now imagine moving along the boundary. അതേപോലെ ക്വസ്റ്റ്യനിൽ ഒരു കണ്ടുണ്ട് 2,0 മുതൽ √5/2 √3/2 വരെയാണത്. കണ്ടോ 2,0 മുതൽ ഇങ്ങനെ പോണേ √5/2 √3/2. അപ്പോൾ വാല്യൂസ് കൊടുത്താൽ മതി. now imagine moving along the boundary 2,0 to √5/2 to √3/2. that is u varies from 2 to x. u ന്റെ വേരിയേഷൻ കൊടുത്തിട്ട് ഇവിടെ വരെ ആയിരിക്കും. ഇതാണ് u, ഇതാണ് v. this is u, this is v. 2 തൊട്ട് √5/2 വരെ u വേരി ചെയ്യണേ. അതുപോലെ v വേരി ചെയ്യണത് 0 മുതൽ √3/2 വരെ. y is equal to u square minus v square എന്നാ. u is equal to 2 കൊടുത്തു കഴിഞ്ഞാൽ y എന്ത് വരും? 2 square minus 0 square is equal to 4 വരും. u is equal to √5/2 കൊടുത്തു കഴിഞ്ഞാൽ y is equal to വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 വരും. ഇതുപോലെ നിങ്ങൾ ചെയ്യേണ്ടത് x is equal to u square plus v square ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? നമുക്കിവിടെ വേറെ കാര്യം മനസ്സിലായിട്ടുണ്ട്. x is equal to 4 എന്ന് ഓൾറെഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ കിട്ടുക. x 4 തന്നെ കിട്ടുക. x is equal to എപ്പോഴും 4 ആണ്. x is equal to എപ്പോഴും 4 ആണ്. x is equal to എപ്പോഴും 4. y യുടെ വാല്യൂ എന്തൊക്കെ വന്നു? y യുടെ വാല്യൂ ഒരെണ്ണം 4 ഉം വന്നു, ഒരെണ്ണം 1 ഉം വന്നു. x എപ്പോഴും 4 ആയതുകൊണ്ട് ഇവിടെ 4. അപ്പോൾ x, y 4, 4 4, 1 അതാണ് രണ്ട് പോയിന്റ്സ്. In the case the image of S2 is the vertical line segment x is equal to 4 starting at 4, 4 and going down to 4, 1. ഈ ഗോയിങ് ഡൗൺ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ പറയുന്നുണ്ടേ 2,0 നിന്ന് ഇങ്ങോട്ടേക്ക് പോണേ.
അപ്പോൾ 2,0 കറസ്പോണ്ടിങ് ആയിട്ട് എന്തൊക്കെ കിട്ടിയത് നമുക്ക് 2,0 കറസ്പോണ്ടിങ് ആയിട്ട് 4,1 ആണ് കിട്ടിയത്. അവിടുന്ന് സോറി എക്സസ് ഇങ്ങനെ കിട്ടി 4,4 കിട്ടിയത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ട് പോകണേ. അതുകൊണ്ടാണ് അതിന് ഗോയിങ് ഡൗൺ എന്ന് പറയാൻ കാരണം നേരത്തെ ഡയറക്ഷൻ നോക്കിയിട്ടാണത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നോൺ ആസ് 3 യു സ്കോർ മൈനസ് വി സ്കോർ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 1 ആ സോറി വൈ ആണ് നമ്മുടെ വൈ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ വൈ ഇസ് ഈക്വൽ 1 എപ്പോഴും കിട്ടി. ഇനി എക്സ് കണ്ടുപിടിച്ചാൽ മതി. Now imagine moving along the boundary from root 5/2 to root 3/2 to 1,0. That is u vary ചെയ്യുന്നത് root 5/2 to ഇതാണ് u, ഇതാണ് v, ഇതാണ് u, ഇതാണ് v. അപ്പോൾ u vary ചെയ്യുന്നത് root 5/2 to 1 ആണ്, v vary ചെയ്യുന്നത് root 3/2 to 0 ആണ്. If u is equal to root 5/2 2 and v is equal to u കറസ്പോണ്ടിങ് ഇവിടെ കിടക്കുന്നത് എന്താണല്ലോ root 3/2. x is equal to u square plus v square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. അതുപോലെ if u is equal to 1 v is equal to 0 അതായത് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. x is equal to u square plus v square that is equal to 1. എന്ത് കിട്ടിയത് y is equal to 1 എപ്പോഴും ഫിക്സ്ഡ് ആ. എക്സിന്റെ വാല്യൂസ് ഒരെണ്ണത്തിന് 4 കിട്ടി, ഒരെണ്ണത്തിന് 1 കിട്ടി. ഇതെപ്പോഴും 1 ആണ്. ഇപ്പോൾ 4,1 1,1 4,1 1,1. The image of S3 is ഇപ്പോൾ ഇതിന് കിട്ടിയല്ലോ. ഇപ്പോൾ കിട്ടുന്നത് the image of S3 is the horizontal line segment y is equal to 1 starting from 4,1 to 1,1. 4,1,2 നിന്ന് ആ ഡയറക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടിയത് 4,1,2 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോണത്. കാരണം ഈ ഒരു പോയിന്റ് കറസ്പോണ്ട് വേറെ പോയിന്റ് കിട്ടിയിട്ടുണ്ടേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്. എസ് തുടങ്ങുന്നത് ഇവിടെയാ. ഇതിന് കറസ്പോണ്ടിങ് കിട്ടിയ പോയിന്റ് 4,1 ആ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകണു. അവിടെയാണ് അങ്ങനെ ഡയറക്ഷൻ കൊടുക്കാൻ കാരണം. നമുക്ക് ഫിഗർ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ട കാര്യം 4,1 നിന്ന് 1,1 പോണത്. അപ്പൊ എന്താ കിട്ടിയത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റീജിയന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണ്. ഈ ഒരു റീജിയൻ റെക്ടാങ്കിൾ റീജിയൻ ആണ്. അതാണ് ഇവിടെ കിട്ടിയത്. അടുത്ത പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.